ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്ര ഡെയ്സിയെ വിളിച്ച് നേരെ വിജയ് ശങ്കറിൻ്റെ ഓഫീസിലേക്ക് പോവാതെ അർച്ചനയുടെ ഓഫീസിലേക്ക് വരികയാണ്. എന്നിട്ട് ഡെയ്സിയോട് പറയുന്നുണ്ട്, ഇതെല്ലാം അലങ്കാരത്തിന് വേണ്ടിയുള്ള ഒരു ഓഫീസ് മാത്രമാണ്. തൊട്ടപ്പുറത്ത് വിജയേട്ടൻ്റെ ഓഫീസുള്ളപ്പോൾ ഇവിടെയൊക്കെ ആരെങ്കിലും കയറുമോ എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വസു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അർച്ചന അസോസിയേറ്റ്സിന് കക്ഷികൾക്ക് ഒരു കുറവുമില്ല മാഡം. വിഷയത്തിലധികം തന്നെ കേസുകളും ഉണ്ടെന്ന് അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പരിഹസിക്കുകയാണ്. ആണോ, എന്നിട്ട് എന്താണ് ഇവിടെ കക്ഷികളെയൊന്നും കാണാത്തത്? വിഷയത്തിലധികം കക്ഷികളുണ്ടെങ്കിൽ ഇതിങ്ങനെ കാലിയായി കിടക്കില്ലല്ലോ. ഇലമാരുമില്ല കക്ഷികളുമില്ല ഇവിടെയെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ ഡെയ്സി നിന്ന് ചിരിക്കുകയാണ്. വസു അപ്പൊ പറയുന്നുണ്ട്, ജയശങ്കർ സാറിന്റെ ഓഫീസിലേതുപോലെ കക്ഷികളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ക്രൗഡ് ഉണ്ടാക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല എന്ന് വസു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ ആളുകൾ വന്നുകൊണ്ടിരുന്ന ക്രൗഡ് ഉണ്ടാവില്ലേ പറഞ്ഞുകൊണ്ട് വീണ്ടും പരിഹസിക്കുകയാണ്. വസു അപ്പം മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, സ്ത്രീക്ക് വല്ലാത്ത അഹങ്കാരമാണല്ലോ, അർച്ചന മാഡം ഇവിടെ ഇല്ലാത്തത് നന്നായി എന്നങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കാലിയായ ഓഫീസ് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇതിനു മുന്നേ വന്നപ്പോഴും ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ ഡെയ്സി ചോദിക്കുന്നുണ്ട്, അപ്പൊ കേസില്ലാത്ത വക്കീലാണല്ലേ അർച്ചന ദേവി എന്ന്. ചന്ദ്ര ഇപ്പൊ വസുവിനോട് പറയുന്നുണ്ട്, ജൂനിയറെ ഈ ഓഫീസ് ഇങ്ങനെ കാലിയാക്കി ഇടാതെ ഇവിടെ ഒരു ചായക്കടയെങ്കിലും നടത്തി കഴിഞ്ഞാൽ ആളെ ഉണ്ടാക്കാം. അത് ഈ ഓഫീസ് എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നത്? നിങ്ങളെല്ലാവരും അർച്ചനയുടെ ആമുഖം കേട്ടുകൊണ്ട് നടന്നോ? ലാസ്റ്റ് കേസില്ല വക്കീലായിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. നിങ്ങളെല്ലാവരും ജയേട്ടനെയാണ് മാതൃകയാക്കേണ്ടത്. ഇതിൽ പോലും വിജയേട്ടന് തിരക്കുകളോട് തിരക്കാണ്. അർച്ചന അസോസിയേറ്റ്സ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ പരിഹസിച്ച് ഡെയ്സിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇത്രയും ഡെയ്സിയും കൂടി അർച്ചനയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് അർച്ചന കാണുന്നുണ്ട്. അർച്ചന എന്നിട്ട് നേരെ വസുവിനോട് പോയി ചോദിക്കുന്നുണ്ട്, പറ്റി വസു ചന്ദ്ര ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടല്ലോ, അവരെന്തോ ഓഫീസ് മാറി കയറിയതാണോ എന്ന് ചോദിക്കുമ്പോൾ വസു പറയുന്നുണ്ട്, ഒന്നും പറയേണ്ട മേഡം, അഹംഭാവത്തിന് കയ്യും കാലും വെച്ച സ്ത്രീയാണ് അവര്. ഇവിടെ നിന്ന് നമ്മുടെ ഓഫീസിനെ കുറെ പരിഹസിച്ചു. അവരുടെ ഭർത്താവിനെ നമ്മൾ തോൽപ്പിച്ച കേസുകളെ കുറിച്ച് ഞാൻ പറയാൻ പോയതാണ് എന്നങ്ങനെ വസു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീ അത് പറയാതിരുന്നത് നന്നായി. നമ്മുടെ വിജയങ്ങളൊന്നും വിളിച്ചു പറഞ്ഞ് അഹങ്കരിക്കാനുള്ളതല്ല. അവരെ പരിഹസിക്കാൻ മാത്രം പഠിച്ച അവരിൽ നിന്ന് നല്ല വാക്കുകളൊന്നും പ്രതീക്ഷിക്കേണ്ട വസു. അങ്ങനെ അർച്ചന വസുവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ഡെയ്സി വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ചന്ദ്ര പറഞ്ഞപ്പോൾ ഞാൻ കരുതി വിജയേട്ടൻ വളരെ തിരക്കിലായിരിക്കുമെന്ന്, ഫ്രീ ആയിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് ഡെയ്സി അങ്ങനെ പറയുമ്പോൾ ചന്ദ്രയാണെങ്കിൽ വീണ്ടും വിജയ് ശങ്കറിനെ അങ്ങനെ പൊക്കി പറയുകയാണ്. എന്നാൽ ചന്ദ്രയെ നാണം കെടുത്തിക്കൊണ്ട് വിജയ് ശങ്കർ അങ്ങനെ ഡെയ്സിയോട് പറയുന്നുണ്ട്, പൊതുവെ ഇവിടെ കക്ഷികളൊന്നും വന്നില്ല, മോർണിംഗ് സെക്ഷൻ ഞാൻ കോടതിയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എൻ്റെ ഓഫീസിലേക്ക് വരുന്ന ആദ്യത്തെ കക്ഷിയാണ് ഡെയ്സി. എന്നാലും ഇതേ സ്ഥിതി തന്നെയായിരുന്നു. കുറെ ദിവസമായിട്ട് കേസും കക്ഷികളെല്ലാം വളരെ കുറവാണ്. ഇപ്പോൾ അർച്ചന അസോസിയേറ്റ്സ് ഓടി നടന്ന് കേസ് പിടിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് വരേണ്ട കക്ഷികളെല്ലാം ഇപ്പൊ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ അർച്ചനയുടെ ഓഫീസിലായിരുന്നു തിരക്ക്. മാത്രം കക്ഷികൾ അവൾക്ക് എവിടെ നിന്ന് കിട്ടുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ ചന്ദ്രയാണെങ്കിൽ ഡെയ്സിയുടെ മുന്നിൽ ആകെ നാണം കെട്ട് ചമ്മി അങ്ങനെ ഇരിക്കുകയാണ്. ഡെയ്സി എന്നിട്ട് പറയുന്നുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് എൻ്റെ കേസിന്റെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞ് ഡെയ്സി വിജയ് ശങ്കറിനോട് തന്റെ കേസ് പറയുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രയും ഡെയ്സിയും കൂടി പോവാനായി നിൽക്കുമ്പോൾ ഡെയ്സി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രയെ വിജയേട്ടൻ കേസിൽ അനുകൂല വിധി വാങ്ങിച്ചു തരുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കേസിന്റെ കാര്യത്തിൽ ഡെയ്സി ടെൻഷൻ ആവണ്ട, ജയേട്ടൻ എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്തോളും എന്ന് പറയാണ്. പിന്നീട് പോവാൻ നേരം ചന്ദ്ര വീണ്ടും അർച്ചനയുടെ ഓഫീസിലേക്ക് നോക്കുകയാണ്. അർച്ചനയാണെങ്കിൽ വസുവിന് കേസുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കണ്ട് ചന്ദ്ര ഡെയ്സിയും വിളിച്ചുകൊണ്ട് വീണ്ടും അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. ചന്ദ്ര എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അർച്ചനെ കേസ് എങ്ങനെ ജയിക്കാമെന്ന് പഠിക്കുകയായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ആണല്ലോ വക്കീലിന്റെ പണി, അത് ഞാൻ ചെയ്യണ്ടേ, അല്ല ചന്ദ്ര എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇവിടെ വെച്ച് അർച്ചനയെ കണ്ടതുകൊണ്ട് ഒരു വിവരം പറഞ്ഞിട്ട് പോവാമെന്ന് കരുതി ഞാനും വിജയേട്ടനും രുക്കുവും കൂടി അച്ചുവിനെ കാണാൻ ട്രെയിനിങ് ക്യാമ്പിൽ പോയിരുന്നു. ഞങ്ങളെ അവിടെ പോയി അവനെ നേരിട്ട് കണ്ടപ്പോഴാണ് ആകെ പ്രശ്നമായത്. ഇതിനെപ്പറ്റി ചിലതെല്ലാം അവൻ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കണ്ടതും അവൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. എന്നോടുള്ള ദേഷ്യം മുഴുവൻ അവൻ ഞങ്ങളോടാണ് തീർത്തത്. നിന്റെ പേര് പോയിട്ട് അമ്പാട്ട് വീട് എന്ന് കേൾക്കുന്നത് പോലും ഇപ്പൊ അവന് ഇഷ്ടമല്ല, ആകെ ദേഷ്യമാണ്. നിന്നെ ന്യായീകരിക്കാൻ രുക്കു പരമാവധി ശ്രമിച്ചു, പക്ഷെ അവൻ കേൾക്കണ്ടേ, ഇത്ര വലിയ ചീത്തപ്പേരല്ലേ നീ ഉണ്ടാക്കിയതെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. ഇതെല്ലാം കേട്ട് കുറെ നേരം അർച്ചന അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ അർച്ചനയ്ക്ക് സഹിക്കിട്ട് അർച്ചന പറയുന്നുണ്ട്, മതി നിർത്ത്, നീ ഇതിനെ പറ്റി ഒരക്ഷരം നീ മിണ്ടിപ്പോകരുത്. ചുവിന്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക്
ക്യാമ്പിലേക്ക് നീ പോയത് സ്വപ്നത്തിലാണോ? സ്വപ്നം കണ്ട കാര്യമൊന്നും നീ പറയണ്ട, ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയത്രേ, നാണമില്ലേ നിനക്കിത് പറയാൻ എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ദേ നോക്കി സംസാരിക്കണം, അല്ലെങ്കിൽ നീ വിവരം അറിയുമെന്നങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിന്റെ ഈ ഭീഷണി എന്റെ ഓഫീസിൽ വേണ്ട, അത് നിന്റെ ഭർത്താവിന്റെ ഓഫീസിൽ മതി. നിങ്ങൾ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന്റെ തലേന്ന് വിസിറ്റിംഗ് പെർമിഷൻ ക്യാൻസലായ കാര്യം നീ അറിഞ്ഞില്ലേ? അങ്ങോട്ട് ചെല്ലണ്ട എന്നല്ലേ നിങ്ങളെ വിളിച്ചു പറഞ്ഞത്? നിന്റെ ഭർത്താവിന് മെയിൽ വന്നപ്പോഴാണല്ലേ നിങ്ങളെല്ലാവരും ഞെട്ടിയത്? കിട്ടാത്ത പെർമിഷനുമായിട്ട് നീ എങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയി ചന്ദ്രേ? കൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്, സ്വപ്നത്തിലാണോ അങ്ങോട്ട് പോയതെന്ന് എന്നങ്ങനെ അച്ഛന ചന്ദ്രയോട് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഡെയ്സി പറയുന്നുണ്ട്, അപ്പൊ നിങ്ങള് ശിവനെ കാണാൻ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയില്ലാലേ എന്നങ്ങനെ ചോദിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ നാണം കെട്ടുകൊണ്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിന്റെ വീട്ടിലെ കാര്യം നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും പറയാതെ ഞാൻ അറിയില്ലല്ലോ, അത് ആരാണ് പറഞ്ഞതെന്ന് പറയാൻ എനിക്കിപ്പോ മനസ്സില്ല, നീ വേണമെങ്കിൽ മഷിയിട്ട് കണ്ടുപിടിച്ചോ എന്ന് അർച്ചന പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ അത് പറയില്ലല്ലേ, പക്ഷേ ഞാൻ കണ്ടുപിടിച്ചോളാം. ഡെയ്സി വായു എന്ന് പറഞ്ഞുകൊണ്ട് ആകെ അപമാനിതയായി ചന്ദ്ര അങ്ങനെ അവിടെ നിന്നും പോവാണ്. അർച്ചന ചന്ദ്രയെ നാണം കെട്ട് ഇറക്കി വിട്ടത് കണ്ട് വസുവിനാണെങ്കിൽ ആകെ സന്തോഷാവുന്നുണ്ട്. മാഡം എന്തുകൊണ്ടും ഇതെല്ലാം പറഞ്ഞത് നന്നായി, ഗ്യാസ് പോയ ബലൂണ് പോലെയാണ് ആ സ്ത്രീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, എനിക്ക് സന്തോഷമായി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ഡെയ്സിയും ചന്ദ്രയും കൂടി വണ്ടിയിൽ അങ്ങനെ പോവുകയാണ്. ഡെയ്സി അപ്പോൾ ചന്ദ്രയോട് പറയുന്നുണ്ട്, അർച്ചന ശരിക്കും നിന്നെ നാണം കെടുത്തിയല്ലേ, ഇതെല്ലാം അർച്ചന എങ്ങനെ അറിഞ്ഞുവെന്ന് നിനക്ക് മനസ്സിലായോ? എനിക്കെന്തായാലും മനസ്സിലായി, വിജയ് ശങ്കറും അർച്ചനയും അടുത്തടുത്ത ഓഫീസാണ്, രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്യുന്നതും, അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ കേസിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരാം. അപ്പോൾ എന്തായാലും വിജയ് ശങ്കർ തന്നെയായിരിക്കും അർച്ചനയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്, അല്ലാതെ നിന്റെ വീട്ടിലുള്ള ആരാണ് ഇതെല്ലാം അർച്ചനയെ അറിയിക്കുക? ഇതെല്ലാം വിജയ് ശങ്കർ തന്നെയാണ് പറഞ്ഞത്, ഒന്നില്ലെങ്കിലും ചിന്നുവിന്റെ അമ്മയല്ലേ അർച്ചന, അതിന്റെ ഒരു സ്ഥാനം വിജയ് ശങ്കർ എന്തായാലും അർച്ചനയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇതിൽ വേറെ ആരും സംശയിക്കാനില്ല എന്ന് ഡെയ്സി അങ്ങനെ ചന്ദ്രയോട് പറയുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ ആദ്യം അതൊന്നും വിശ്വാസമാകുന്നില്ലെങ്കിലും ഒടുവിൽ വിജയ് ശങ്കറിനെയും അർച്ചനയെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് ചന്ദ്ര. അതിനുശേഷം അർച്ചന വളരെ ലേറ്റ് ആയിട്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. സമയത്ത് തന്നെയാണ് വിജയ് ശങ്കറും ഇറങ്ങുന്നത്. അർച്ചന വരുന്നത് കണ്ട് വിജയ് ശങ്കർ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്താ ഇന്ന് ലേറ്റ് ആയിട്ടാണല്ലോ ഇറങ്ങിയത്, ഇത്ര നേരമായിട്ട് എന്താണ് അവൾ പോവാതിരുന്നത് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അർച്ചനയോട് പോയി ചോദിക്കുന്നുണ്ട്, നീ എന്താണെന്ന് ലേറ്റ് ആയത്, നിനക്ക് സ്കൂട്ടർ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അത് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനിന്ന് ഇവിടെ നിൽക്കില്ലായിരുന്നുവല്ലോ, ഇപ്പോഴോ പോയേനെ എന്ന് അർച്ചന അങ്ങനെ പറയാണ്. വിജയ് ശങ്കർ ഇപ്പൊ പറയുന്നുണ്ട്, നീ ഇത്ര ലേറ്റ് ആയില്ലേ, ഇനിയിപ്പോ ഒറ്റയ്ക്ക് പോവണ്ട, വേണമെങ്കിൽ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ ഏതെങ്കിലും ഓട്ടോയിൽ പോയിക്കോളാം എന്ന് പറയാണ്. വിജയ് ശങ്കർ ഇപ്പൊ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവൾ ചിലപ്പോ ഇവളുടെ കാമുകൻ മധുബാലയുടെ ഭർത്താവിനെ കാത്തു നിൽക്കുകയായിരിക്കുമോ, എന്തായാലും അതിന് സമ്മതിക്കരുത് എന്ന് വിജയ് ശങ്കർ അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അർച്ചനയുടെ ഫോണിലേക്ക് മുകുന്ദൻ വിളിക്കുന്നത്. അർച്ചന എന്നിട്ട്, നീ എവിടെയാണ്, ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു, നീ വേഗം വായു എന്നൊക്കെ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് പെട്ടെന്ന് വരാൻ കഴിയില്ല, കുറച്ച് വർക്ക് കൂടി ചെയ്തു തീർക്കാനുണ്ടെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ശരി നീ മെല്ലെ വന്നാ മതി, ഞാൻ ഏതെങ്കിലും ഓട്ടോയിൽ കയറി പോയിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ്. വിജയ് ശങ്കർ അപ്പം മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവൾ ആരോടായിരിക്കും ഫോണിൽ സംസാരിച്ചത്, ചിലപ്പോ അയാൾ തന്നെ ആയിരിക്കും, എന്തായാലും ഇവര് രണ്ടുപേരും ഇന്ന് ഒരുമിച്ച് പോവരുതെന്ന് മനസ്സിലങ്ങനെ ഉറപ്പിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ഇതുവഴി ഒരു ഓട്ടോ വരുന്നത് കാണുന്നുണ്ട്. അപ്പൊ തന്നെ ആ ഓട്ടോ നിർത്തി അതിൽ കയറി പോവുകയാണ്. അർച്ചനയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിജയ് ശങ്കർ. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയുടെ അഹങ്കാരം എങ്ങനെയെങ്കിലും തീർത്തു കൊടുക്കണമെന്നാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ അർച്ചന വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീണ്ടും ഓട്ടോയിൽ കയറി അങ്ങനെ പോവുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ അർച്ചനയുടെ പിന്നാലെ അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ജെക്ക് അതുവഴി മദ്യപിച്ച് വരുന്നത്. ഒരു ഓട്ടോയോ പാപ്പച്ചനെയോ വിളിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ മദ്യപിച്ച് അവശനായി മെല്ലെ നടക്കുകയാണ് ജെക്ക്. വിജയ് ശങ്കർ അപ്പോൾ അതുവഴി വരുന്നുണ്ട്. ഒരു കാറ് കാണുന്നതും ജെക്ക് ആ കാറ് നിർത്തുകയാണ്. വിജയ് ശങ്കറിന്റെ കാറാണത്. ഇത് അയാളല്ലേ, ഇയാള് അവളും കൂടി ഇന്ന് ഒരുമിച്ച് പോവാനായി പാടില്ല, ഇതിനുവേണ്ടി ഇന്ന് തന്നെ അയാളെ തീർക്കാമെന്ന് കരുതി വിജയ് ശങ്കർ അങ്ങനെ ബാക്കിലോട്ട് വണ്ടി എടുക്കുകയാണ്. ജെക്കയുടെ അടുത്തേക്കാണ് വിജയ് ശങ്കർ അങ്ങനെ വരുന്നത്. വണ്ടി കൊണ്ടുവന്ന് ജെക്കെ അങ്ങനെ ഇടിക്കുകയാണ്. ജെക്കെ ആണെങ്കിൽ വണ്ടി വരുന്ന ആ ഷോക്കിൽ അവിടെയുള്ള ഒരു മതിലിൽ പോയി അങ്ങനെ ഇടിക്കുകയാണ്. ജെക്കയുടെ തല ആ മതിലിൽ ഇടിച്ചതും ആകെ ബോധം കെട്ട് അങ്ങനെ വീഴുകയാണ്. വിജയ് ശങ്കർ
ശങ്കർ ആണെങ്കിൽ ഇതൊന്നും ആരും കണ്ടിട്ടില്ല, ഇപ്പൊ തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതി വേഗം വണ്ടിയെടുത്ത് അവിടെ നിന്നും പോവുകയാണ്. ബോധമില്ലാതെ കിടക്കുന്ന JK കണ്ട് നാട്ടുകാരെല്ലാരും കൂടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതുവഴി വരുന്ന ഒരു ഓട്ടോ നിർത്തി നാട്ടുകാരെല്ലാവരും കൂടി JK ആ ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി പറയുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.